എല്ലാ കുട്ടികളും സുവർ സാറാണ്. നമ്മുടെ 9ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെയർസ് ഓഫ് ഇക്വേഷൻസ്, നമ്മുടെ സമവാക്യ ജോഡികൾ, അതിനുള്ളിൽ നിന്നും ഒന്ന് രണ്ട് ചോദ്യങ്ങളെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടിപൊളിയായിട്ട് പഠിച്ചോണം. 9ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിന് താഴെ എന്ന് പറഞ്ഞാലും 10ാം ക്ലാസ്സിലോട്ട് എത്തുക, നെക്സ്റ്റ് +1, ഇതിൻ്റെയൊക്കെ ഒരു ചുവടാണ് കേട്ടോ. നല്ല രീതിയിൽ കൂടെ പഠിച്ചു തുടങ്ങേണ്ടതാണ്. ഇതുവരെയൊക്കെ പഠിച്ചിട്ടില്ലെങ്കിലും വിട്ടേര്. ഇനി അങ്ങോട്ട് അടിപൊളിയായിട്ട് തിളക്കമാർന്ന വിജയങ്ങൾക്ക് വേണ്ടിയുള്ള പഠിത്തം നടക്കണം. ഓക്കെ, നല്ലപോലെ പഠിക്കണം. എന്തിനാണ് നമ്മളിങ്ങനെ പഠിക്കാതെ ചുമ്മാ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കുക, ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുകയെ. പഠിക്കാതെ വളർന്നൊന്നൊരു ജോലി ഇല്ലെങ്കിലുള്ള അവസ്ഥ. അപ്പം അത് കേൾക്കുമ്പോൾ ഇത്തിരി പേടിയില്ലയോ? ഉണ്ടെങ്കിൽ ഉടനെ പഠിച്ചു തുടങ്ങി ഒട്ടും നോക്കണ്ട കേട്ടോ. ഓക്കെ, പെയർസ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് പെയർ? രണ്ട് ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി സോൾവ് ചെയ്യാൻ വേണ്ടി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകളൊന്ന് പരിചയപ്പെടുത്തുകയാണേ. ഇപ്പോൾ ഈ x + y = 14, x - y = 6. ഓ, നല്ല അല്ലേ? ഇവിടുന്ന് എക്സും വൈയും എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. വളരെ എളുപ്പം കണ്ടുപിടിച്ചേക്കും. എന്താണ് സമയം കളയുന്നത്? ഞാനൊരു ഷോർട്ട് ട്രിക്ക് കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ x + y 14, x - y 6. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും എത്ര ആടാ? അപ്പോൾ നമ്മൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ മോനെ. എക്സിൻ്റെയും വൈയുടെയൊക്കെ കൂടുള്ള നമ്പറുകൾ സെയിം ആണോ നോക്കണം. ഇവിടെ എക്സിനെ നോക്കിയാൽ ഇവിടെ വെറും എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാ മോനെ. ഇത് ഒരു എക്സാ, സെയിമാ. വൈയുടെ നോക്കിയാൽ വെറും വയ്യ, 2y എന്നോ 3y എന്നോ ഇല്ലല്ലോ, ഒരു വൈ. ഇത് ഒരു വയ്യ, ഇത് പക്ഷേ +- ഇത് സെയിം സൈൻ അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും സെയിമാണ്. രണ്ടുപേരുടെയൊക്കെ സെയിം ആവശ്യമില്ല, നമുക്ക് ഒരാളുടെ മതി, ഏതെങ്കിലും ഒരാളുടെ. ഇപ്പോൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഓക്കെ, അതിനെന്നാ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരാളുടെ സെയിമാണെന്ന് വെച്ചുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് ഓടണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നോക്കുന്നത് വയ്യയുടെ വെച്ചുകൊണ്ടാണ്. വയ്യയുടെ കണ്ട് വെറും വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ 1y, ഇതും 1y ആ, സൈൻ ഡിഫറൻറ്റാണ് മോനെ. ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എലിമിനേഷൻ, ഒഴിവാക്കൽ, ഇല്ലാതാക്കണം. ഓക്കെ, ഈ രണ്ട് പേരിൽ നിന്ന് ആഡ് ഷേപ്പിലെത്തുമ്പോൾ ഒറ്റ ഒരാളെ ആകാനുള്ളൂ, ഒരാൾ ഇല്ലാതാവണം. അതിനുവേണ്ടി ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം, കൂട്ടണം, കുറയ്ക്കണം, ഏതെങ്കിലും ഒന്ന്. ഇവിടെ ഇപ്പോൾ നോക്കിക്കേ, ഇത് +ആണ്, ഇത് മൈനസ് അല്ലേ. വയ്യയുടെ നോക്കിക്കഴിഞ്ഞാൽ സൈൻ ഡിഫറൻറ്റ് അല്ലേ. സൈൻ ഡിഫറൻറ്റ് ആണെങ്കിൽ പ്ലസ് ചെയ്യണം മോനെ, ആഡ് ചെയ്യണം, പിന്നെ അല്ല. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, +y - y, 0y, വെട്ടിപ്പോയി. അതിന് വേണ്ടി കേട്ടോ. അപ്പോൾ സെയിം സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണമായിരുന്നു, ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യണം. സെയിം സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. ഇതും +y, ഇതും +y, മൈനസ് ചെയ്തേക്കണം. പക്ഷേ ഇത് +y, ഇത് -y, ആഡ് ചെയ്തേക്കണം. ക്ലിയർ ആയല്ലോ അല്ലേ. ആഡ് ചെയ്യുമ്പോൾ x + x = 2x ആണല്ലോ. 2x 14 + 6, ആർക്കാ കൂട്ടാൻ അറിയാൻ വയ്യതില്ല, 20. 2x = 20 ആണെങ്കിൽ x എത്ര മോനെ? x = 20/2 10. x കിട്ടിക്കഴിഞ്ഞല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് x + y = 14. അവിടെ x എത്ര മോനെ കിട്ടിയത്? 10. അപ്പോൾ 10 + y = 14. അവിടെ നിന്ന് y = 14 - 10 = 4. തീർന്നു. ഇത്രയേ ഉള്ളായിരുന്നു, കഴിഞ്ഞു കേട്ടോ. എന്തെളുപ്പം അല്ലേ. x + y = 14. ഈ സമവാക്യം എഴുതി. അവിടെ x എന്ന സ്ഥാനത്ത് ആരെ കൊടുത്തു? 10. അപ്പോൾ 10 ഉണ്ടല്ലോ, 10 + y 14. y വേണമെങ്കിൽ ഈ 10നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 14 അപ്പുറത്ത് ഉണ്ടായിരുന്നു, +10 അപ്പുറത്ത് -10, 4 തീർന്നു. അപ്പോൾ x എത്ര മോനെ? 10, y 4. മറ്റൊരെണ്ണം നോക്കിക്കേ, x + y = 18, x - y = 8. ഓക്കെ, അങ്ങനെയാണ് എക്സും വൈയും എത്ര ആണെന്ന് അങ്ങോട്ട് ചോദിച്ചാൽ ഒരു ഷോർട്ട് ട്രിക്കാണ് പറയാൻ പോകുന്നത്. പഠിച്ചോണം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ചെന്നു, അല്ലെങ്കിൽ ചെറിയൊരു ടെസ്റ്റിന് ചെന്നപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ 1 മിനിറ്റ് വേണ്ട മോനെ, അതിൽ എളുപ്പം ചെയ്യാം. നോക്കിക്കോണം. x + y 18, x - y 8 ആണെങ്കിൽ എക്സിനെ ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം മോനെ? ഇതിൻ്റെ പകുതി എത്ര മോനെ? 18ൻ്റെ പകുതി എല്ലാവർക്കും അറിയാം, 9 അല്ലേ. 8ൻ്റെ പകുതി എത്ര മോനെ? 4 അല്ലയോ. ആൻസർ അപ്പോൾ 9 4 എത്ര? 13. എക്സ് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ഇത്രയും ചെയ്ത് എക്സ് കിട്ടുന്നതിന് പകരം ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇത്രേ ഉള്ളായിരുന്നു. എന്താ ചെയ്യണം? ഈ 18ൻ്റെ പകുതി എടുക്കുക, 8ൻ്റെ പകുതി എടുക്കുക, രണ്ടിടത്തും ഹാഫ് എടുത്തു, എന്നിട്ട് പ്ലസ് ചെയ്യുമ്പോൾ എക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി വൈയുടെ വേണമല്ലോ. ഇപ്പം കിട്ടിയേക്കാം. വൈ വേണമെങ്കിൽ ഈ പകുതി ഉണ്ടല്ലോ, 18ൻ്റെ പകുതി 9, 8ൻ്റെ പകുതി 4, കുറയ്ക്കണം. 9 4 വരെ എത്ര മോനെ? 5. ശരിയല്ല, നോക്കാം. x 13, y 5. നമുക്ക് നോക്കിക്കേ, 13 5 കറക്റ്റ് 18. 13 5 പോയാൽ 8. കൃത്യമായില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പം മനസ്സ് വിചാരിച്ചാണ്, ഓ ഇവനെ നോക്കിയേക്കാം അല്ലേ. അങ്ങനെ നോക്കാം.
എക്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എക്സ് സമം 14ൻ്റെ പകുതി എത്ര മോനെ? 7. 6ൻ്റെ പകുതി എത്ര മോനെ? 3. 7 3 എത്ര മോനെ? 10. 10 കിട്ടി. എന്ത് രസമാണല്ലേ. നെക്സ്റ്റ് വൈ വേണമെങ്കിൽ 7 നിന്നും 3 കുറയ്ക്കുക, 4 കിട്ടി. അപ്പോൾ അടിപൊളിയാണെന്ന് തോന്നുന്നു. മാക്സിമം ഷെയർ ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ ഷെയറിങ്ങിനനുസരിച്ച് നമ്മുടെ ക്ലാസ്സുകൾ അടിപൊളിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അടിപൊളി. പിന്നെ 10ാം ക്ലാസ്സിലൊക്കെ നേരത്തെ തന്നെ ജോയിൻ ചെയ്യാം. മാത്സിനെയൊക്കെ അടിപൊളിയായിട്ട് നല്ല സിമ്പിൾ സൂപ്പറായിട്ട് പഠിച്ചെടുക്കാൻ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞു. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടെ എളുപ്പം പഠിപ്പിച്ചിട്ട് നിർത്തിയേക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ എക്സ് പ്ലസ് 2y സമം 5. ഓക്കെ, അടുത്തത് 2x + y സമം 3 അല്ലെങ്കിൽ 4 എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു നമ്പർ. ഓക്കെ, അപ്പം എക്സ് പ്ലസ് 2y സമം 5, 2x + y സമം 4. ഇവിടുന്ന് നമുക്ക് ആരെയൊക്കെ വേണം? എക്സും വേണം, വൈയും വേണം. ഇപ്പം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പോലെ നോക്കുമ്പോൾ എക്സിനെ നോക്കിയപ്പോൾ ഇവിടെ 1 ഇവിടെ 2, അയ്യോ സെയിം അല്ല. വൈയുടെ നോക്കിയപ്പോൾ ഇവിടെ 2 ഇവിടെ 1, അയ്യോ അതും സെയിം അല്ല. അയ്യോ അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള പ്രശ്നം. അയ്യോ സെയിം അല്ലെങ്കിൽ സെയിം ആക്കണം, അത്രേ ഉള്ളൂ. സെയിം ആക്കണം. സെയിം ആക്കാൻ ചെയ്യുന്ന പണി നോക്കണം. ഞാനിപ്പോൾ വൈയുടേത് സെയിം ആക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നറിയാമോ? ഈ വൈയുടെ കൂടെ കിടക്കുന്ന ആദ്യത്തെ ഇക്വേഷൻ വൈയുടെ കൂടെ വരാൻ 2 അല്ലേ? അവിടെ അതിനെ രണ്ടാമതുകൊണ്ട് ഇനിയാണ് ഇവിടെ അല്ല ചെയ്യേണ്ടത്. ഇവിടുത്തെ വൈയുടെ കാര്യമില്ലെങ്കിൽ 1 അല്ലേ? 1 ഇവിടെ കൊണ്ട് ഇൻ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, 1 ഇതങ്ങോട്ട് ചെയ്യണം. ഈ പണി അങ്ങോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി. അപ്പോൾ ഈ 2 ഇവിടെ, ഈ 1 ഇവിടെ. ഇൻ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നോക്കിക്കേ, ഇൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 1 കൊണ്ട് ഇതിനെ ഇൻ്റ് ചെയ്യണം, 1 കൊണ്ട് ഇതിനെ ഇൻ്റ് ചെയ്യണം, 1 കൊണ്ട് ഇതിനെ ഇൻ്റ് ചെയ്യണം. ഇവിടെ ഈ 2 കൊണ്ട് ഇതിനെ ഇൻ്റ് ചെയ്യണം, 2 കൊണ്ട് ഇതിനെ ഇൻ്റ് ചെയ്യണം, 2 കൊണ്ട് ഇതിനെ ഇൻ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇൻ്റ് ചെയ്യണം. അപ്പോൾ 1 × x, 1 × 2y, 2y, 1 × 5, 5, 1 കൊണ്ട് എല്ലാവരും ഇൻ്റ് ചെയ്തു. 2 × 2 4x ആണല്ലോ. 2 × 1y 2y, 2 × 4 8. ഓക്കെ, ഇപ്പം കൊണ്ടുപോകുമ്പോൾ 2y എന്തൊരു മാജിക് അല്ലേ? 2 സെയിം ആയോ അല്ലേ? സൈനും സെയിം ആവാനെ കുറയ്ക്കണം, മറ്റേത് കൂട്ടി. സൈൻ ഡിഫറൻറ്റ്, ഇവിടെ സൈൻ സെയിം. മൈനസ് ചെയ്യുമ്പോൾ 2y നിന്നും 2y പോയാൽ 0 ആയി തരും. 2 പപ്സ് ഉണ്ടായിരുന്നു, 2 തിന്നു, 2 തീർന്നു. പിന്നെ അവിടെ 0 പപ്സ് അല്ലേ ഉള്ളൂ, 0. അപ്പോൾ ഇവിടെ y ഇല്ല. ഇനി മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 1x മൈനസ് ഇത് 4x. 1x നിന്നും 4x പോയാൽ എത്ര മോനെ? -3x. ശരിയില്ലയോ? 1x ഉള്ളിടത്തു നിന്നും നമ്മുടെ 4 എങ്ങനെയോ പോയി, 4x പോയി. ബാക്കി അപ്പം മൈനസ് അവിടെ 3 ആയില്ലേ? 1 - 4 -3x. 5 - 8 മോനെ -3. ശരിയല്ലയോ? 5 - 8 ഉണ്ടോ? 5 നിന്ന് 8 പോയ -3x. -3 ആണെങ്കിൽ x സമം -3/-3. ആൻസർ 1. x 1 കിട്ടി. ഇനി ഏതെങ്കിലും ഇക്വേഷൻ എഴുതാം, ഏതെങ്കിലും ഇതങ്ങോട്ട് എഴുതാം. x + 2y സമം 5. അവിടെ x 1 അല്ലേ? അപ്പോൾ 1 + 2y സമം 5. x അല്ലേ? 1 + 2y. അവിടെ നിന്ന് ഈ 1 ഞങ്ങൾ അപ്പുറത്ത് കൊണ്ടുപോയി. 2y സമം 5 - 1 4. ഇത് 2y ആണ്. അവിടുന്ന് y = 4/2. ആൻസർ ഈസ് 2. ദാറ്റ്സ് ഓൾ. അപ്പോൾ x 1 y 2. പ്രോബ്ലം തീർന്നു. ഇഷ്ടപ്പെട്ടല്ലോ? ഒന്ന് ഷെയർ ചെയ്ത് തരുമ്പോൾ ഒരാൾ പോലും മറക്കാതെ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്ത്, എല്ലാവരും പറ്റുന്നിടത്തോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത ക്ലാസ്സൊക്കെ ഇതേപോലെ ഇടയ്ക്ക് വരും. എല്ലാവരും കാത്തിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഗുഡ് ബൈ.